നമസ്കാരം. നമ്മൾ ജീവിക്കുന്ന ഈ ഡിജിറ്റൽ ലോകം ഇത്ര കൃത്യമായി ചിട്ടയോടെ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ശരിക്കും അതിനു പിന്നിൽ ഒരു ബുദ്ധിപരമായ രൂപകൽപ്പനയുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഓരോ സെക്കൻഡിലും നമ്മൾ എത്ര ഡാറ്റയാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ അയക്കുന്ന മെസ്സേജുകൾ, എടുക്കുന്ന ഫോട്ടോകൾ, ഓൺലൈനായി ചെയ്യുന്ന ഓരോ ഇടപാടുകളും. ഇത്രയധികം വിവരങ്ങൾ, ഇതൊക്കെ എങ്ങനെയാണ് ഒരു കുഴപ്പവുമില്ലാതെ മാനേജ് ചെയ്യുന്നത്, അല്ലേ? സത്യം പറഞ്ഞാൽ ഇതൊരു മാജിക് ഒന്നുമല്ല, മറിച്ച് വളരെ കൃത്യമായ ഒരു പദ്ധതിയാണ്. ഒരു വലിയ കെട്ടിടം പണിയുന്നതിന് നമുക്ക് ഉറപ്പുള്ളൊരു പ്ലാൻ, ഒരു ബ്ലൂ പ്രിന്റ് വേണമല്ലോ. അതുപോലെ തന്നെയാണ് ഡേറ്റയുടെ ലോകത്തും. അപ്പോൾ ഒരു ഡാറ്റാബേസ് യഥാർത്ഥത്തിൽ എന്താണ് ചെയ്യുന്നത്? ചിതറിക്കിടക്കുന്ന കോടിക്കണക്കിന് വിവരങ്ങളെ ഒരുമിച്ച് കൊണ്ടുവരണം. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ളപ്പോൾ വേഗത്തിൽ എടുക്കാൻ പറ്റണം. അതാണ് അതിന്റെ പ്രധാന ജോലി. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ഡാറ്റാബേസ് എന്ന് പറയുന്നത് വെറും ഡാറ്റയുടെ ഒരു കൂമ്പാരമല്ല. ഈ ഡാറ്റയുടെ കോലാഹലം ഒഴിവാക്കാൻ വേണ്ടി തന്നെ ഡിസൈൻ ചെയ്ത ഒരു കംപ്ലീറ്റ് സിസ്റ്റമാണത്. ശരി, ഈ ഡാറ്റയുടെ കുത്തൊഴുക്കിനെ നമ്മൾ എങ്ങനെയാണ് നിയന്ത്രിക്കുന്നത്? അതിനാണ് ഡാറ്റാ മോഡൽ എന്ന് പറയുന്ന ഒരു സംഗതിയുള്ളത്. നമ്മുടെ ഡാറ്റാബേസ് എന്ന ആ വലിയ കെട്ടിടത്തിന്റെ മാസ്റ്റർ ബ്ലൂ പ്രിന്റാണിത്. ഈ ഡാറ്റാ മോഡലാണ് ഡിസൈനിങ്ങിലെ ആദ്യത്തെ സ്റ്റെപ്പ്. ഒരു ആർക്കിടെക്റ്റ് ആദ്യം വരയ്ക്കുന്ന ഒരു സ്കെച്ച് പോലെ, എല്ലാവർക്കും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നൊന്ന്. ഇവിടെ രണ്ട് മോഡലുകളുണ്ട്, അല്ലേ? ആദ്യത്തേത് കൺസെപ്ച്വൽ മോഡൽ. അത് നമ്മുടെ ആർക്കിടെക്റ്റിന്റെ പ്ലാൻ പോലെയാണ്. അതായത് യൂസേഴ്സ് ഡാറ്റയെ എങ്ങനെ കാണുന്നു, എന്തൊക്കെ വിവരങ്ങളാണ് വേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ. രണ്ടാമത്തേത് ഫിസിക്കൽ മോഡൽ. ഇത് ശരിക്കും ഒരു കോൺട്രാക്ടറുടെ പണിയാണ്. ആ ഡാറ്റ കമ്പ്യൂട്ടറിൽ എവിടെ, എങ്ങനെ, ഏത് ഫയലായി സൂക്ഷിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ. ഒന്ന് കെട്ടിടത്തിന്റെ ഡിസൈനാണെങ്കിൽ മറ്റേത് അതിന്റെ കോൺക്രീറ്റും കമ്പിയുമാണ്. ഈ പ്രധാന ബ്ലൂ പ്രിന്റ്, അതായത് മാസ്റ്റർ പ്ലാൻ, പല ഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. ഓരോരുത്തർക്കും ആവശ്യമുള്ള വിവരങ്ങൾ മാത്രം കാണാൻ പറ്റുന്ന ഒരു രീതിയാണിത്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു ഡിസൈൻ രീതിക്കൊരു പേരുണ്ട്, 3 സ്കീമ ആർക്കിടെക്ചർ. ഇതിന്റെ പ്രധാന ലക്ഷ്യം തന്നെ വേർതിരിവാണ്. അതായത് യൂസർ കാണുന്നതും കമ്പ്യൂട്ടർ സ്റ്റോർ ചെയ്യുന്നതും തമ്മിൽ നേരിട്ടൊരു ബന്ധമുണ്ടാകരുത്. അപ്പോൾ ഇതാണ് ആ 3 ലെവലുകൾ, അല്ലെങ്കിൽ 3 പാളികൾ. ഇനി നമുക്ക് ഓരോന്നും എന്താണെന്ന് വിശദമായിട്ട് നോക്കാം. നമ്മുടെ കെട്ടിടത്തിന്റെ ഉദാഹരണം വെച്ചു തന്നെ പറയാം. ഇത് ആ വീട്ടിൽ താമസിക്കുന്ന ഒരാൾ കാണുന്ന കാഴ്ചയാണ്. അവർക്ക് അവരുടെ അടുക്കളയും മുറികളും കാണാം. പക്ഷേ ആ ഭിത്തിക്ക് പിന്നിലെ പൈപ്പുകളും വയറിങ്ങുമൊന്നും കാണേണ്ട ആവശ്യമില്ലല്ലോ. അതുപോലെ ഇതാണ് ആർക്കിടെക്റ്റിന്റെ കയ്യിലുള്ള ഒരൊറ്റ മാസ്റ്റർ പ്ലാൻ. ഓരോ മുറിയും, ഇടനാഴിയും മറ്റ് സൗകര്യങ്ങളും എങ്ങനെ പരസ്പരം കണക്ട് ചെയ്തിരിക്കുന്നു എന്ന് ഇതിലുണ്ടാകും. ഡേറ്റാബേസിന്റെ ഒരു സമ്പൂർണ്ണ ചിത്രം. ഇനി ഇതാണ് പ്ലംബർക്കും ഇലക്ട്രീഷ്യനുമുള്ള വിശദമായ എഞ്ചിനീയറിംഗ് പ്ലാൻ. യഥാർത്ഥ പൈപ്പുകളും വയറുകളും എവിടെയൊക്കെ എങ്ങനെ സ്ഥാപിക്കണമെന്ന് ഇത് കൃത്യമായി പറയുന്നു. അതായത് ഡേറ്റ കമ്പ്യൂട്ടറിനുള്ളിൽ എങ്ങനെയാണ് സ്റ്റോർ ചെയ്യേണ്ടത് എന്നുള്ള ടെക്നിക്കൽ ഡീറ്റെയിൽസ്. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ 3 തട്ടുകളായിട്ടുള്ള ഒരു പ്ലാൻ? അതിനു പിന്നിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ട്. അതാണ് ഈ ഡിസൈൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത, ഒരു മാന്ത്രികത എന്ന് വേണമെങ്കിൽ പറയാം. ഈ വാക്ക് ശ്രദ്ധിക്കുക, ഡാറ്റ ഇൻഡിപെൻഡൻസ്. ഇതാണ് ഇന്നത്തെ ഡാറ്റാബേസുകളെ ഇത്രയധികം കരുത്തുറ്റതും നമുക്കിഷ്ടം പോലെ മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്നതുമാക്കുന്നത്. ഇവിടെയാണ് ശരിക്കുള്ള മാജിക്. ഈ ഇൻഡിപെൻഡൻസ് കാരണം എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. ലോജിക്കൽ ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ മാസ്റ്റർ ബ്ലൂ പ്രിന്റിൽ മാറ്റങ്ങൾ വരുത്താം. ഉദാഹരണത്തിന്, സ്റ്റുഡന്റ് എന്ന ടേബിളിൽ പുതിയൊരു ഫോൺ നമ്പർ കോളം ചേർത്തെന്നിരിക്കട്ടെ. ഇത് നമ്മുടെ ആപ്ലിക്കേഷനുകളെ ബാധിക്കുകയില്ല. ഇനി ഫിസിക്കൽ ഇൻഡിപെൻഡൻസ് നോക്കിയാലോ? ഡേറ്റാബേസിന്റെ പെർഫോമൻസ് കൂട്ടാൻ വേണ്ടി അതിന്റെ ഫയൽ സിസ്റ്റം മൊത്തത്തിൽ മാറ്റിയാലും നമ്മുടെ പ്രധാന ബ്ലൂ പ്രിന്റിനോ ആപ്ലിക്കേഷനുകൾക്കോ ഒരു കുഴപ്പവും വരില്ല. ഇത് ഭയങ്കര സൗകര്യമാണല്ലേ? ചുരുക്കി പറഞ്ഞാൽ, ഈ ഒരു ആർക്കിടെക്ചർ ഉള്ളതുകൊണ്ടാണ് നമ്മുടെ ആപ്പുകൾക്കൊന്നും വർഷങ്ങൾ കഴിഞ്ഞാലും വലിയ പ്രശ്നങ്ങളില്ലാതെ പ്രവർത്തിക്കാൻ കഴിയുന്നത്. അതുപോലെ ഡാറ്റാബേസുകൾക്ക് കാലത്തിനനുസരിച്ച് വളരാനും സാധിക്കുന്നു. ശരി, ഈ ബ്ലൂ പ്രിന്റൊക്കെ കൊള്ളാം. പക്ഷേ ഇതുപയോഗിച്ച് ഡേറ്റാബേസിനോട് കാര്യങ്ങൾ പറയാൻ ചില പ്രത്യേക ഭാഷകളുണ്ട്. ആ ഭാഷകളെക്കുറിച്ചാണ് നമ്മൾ ഇനിയൊന്ന് ഓടിച്ചു നോക്കാൻ പോകുന്നത്. ഈ ടേബിളിലേക്കൊന്ന് നോക്കൂ. DDL ഉപയോഗിച്ച് നമ്മൾ ഡാറ്റാബേസിന്റെ ഘടന, അതായത് ബ്ലൂ പ്രിന്റ് ഉണ്ടാക്കുന്നു. DML ഉപയോഗിച്ച് അതിനകത്ത് ഡാറ്റ ചേർക്കുകയും മാറ്റങ്ങൾ വരുത്തുകയും ഒക്കെ ചെയ്യുന്നു. പിന്നെ DCL ഉപയോഗിച്ച് ആർക്കൊക്കെ ഇതിൽ കയറാം, എന്തൊക്കെ ചെയ്യാം എന്നൊക്കെ നിയന്ത്രിക്കുന്നു. ഓരോന്നിനും ഓരോ ജോലി. നമ്മുടെ ഈ ഡാറ്റാ കെട്ടിടങ്ങൾ അനുദിനം വലുതും സ്മാർട്ടുമായി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ, അടുത്ത തലമുറയിലെ ബ്ലൂ പ്രിന്റുകൾ എങ്ങനെയായിരിക്കും? ഡേറ്റാബേസ് ഡിസൈൻ്റെ ഭാവി എന്തായിരിക്കും? ഒരുപക്ഷേ ഇതിലും മികച്ചൊരു ആർക്കിടെക്ചർ വരുമായിരിക്കും, അല്ലേ?